ഏവർക്കും +1 മാത്തമാറ്റിക്സ് മോഡൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ നടക്കുന്ന +1 മാത്തമാറ്റിക്സ് മോഡൽ എക്സാമിനേഷനുള്ള തയ്യാറെടുപ്പുകൾ വിദ്യാർത്ഥികൾ ആരംഭിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും നാളെ നടക്കുന്ന എക്സാമിനേഷനുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് സമയം ആണ്, ടൈം ആണ്. വളരെ പരിമിതമായ സമയം മാത്രമേ നാളത്തെ എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുപ്പിന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഒരു 7 മണിക്കൂർ വരെ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഉറക്കം നഷ്ടപ്പെടുത്തി കൂടുതൽ സമയം പഠിക്കുവാൻ വേണ്ടി മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് ഒരു 10 മണിക്കൂർ വരെ പഠിക്കുവാൻ സമയം കിട്ടും. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നാളത്തെ മാത്തമാറ്റിക്സ് മോഡൽ എക്സാമിനേഷന് എങ്ങനെ തയ്യാറെടുക്കാം, ഏതൊക്കെ ചാപ്റ്ററുകൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, എന്താണ് ക്വസ്റ്റ്യൻ പാറ്റേൺ, ഏത് ഓർഡറിൽ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും മോഡൽ എക്സാമിനേഷൻ അതീവ പ്രാധാന്യമുണ്ട്. നാളത്തെ ഒരു എക്സാമിനേഷനോടുകൂടി മോഡൽ എക്സാമിനേഷൻ അവസാനിക്കുകയാണ്. നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണ്, ക്വസ്റ്റ്യന്റെ നിലവാരം എന്താണ്, ഏതൊക്കെ ചാപ്റ്ററിനാണ് കൂടുതൽ വെയിറ്റേജ് എന്ന് കൃത്യമായി ഒരു ധാരണ നാളെ നടക്കുന്ന മോഡൽ എക്സാമിനേഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായും വളരെ പരിമിതമായ സമയമാണെങ്കിലും ഈ സമയത്തിനുള്ളിൽ തന്നെ നാളത്തെ എക്സാമിനേഷന് മികച്ച സ്കോർ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഓൾറെഡി മികച്ച രീതിയിൽ പഠിച്ച് കഴിഞ്ഞവർക്ക്, ഒരു വട്ടം എല്ലാ പോർഷനും ഒരുവിധം ഭംഗിയായി പഠിച്ച കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ ഈ സമയം ധാരാളമാണ്. തീർച്ചയായും നമ്മുടെ +1 ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് എന്നൊരു സീരീസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 5 hours അല്ലെങ്കിൽ മാക്സിമം 6 hours സമയം കൊണ്ട് ആ വീഡിയോ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അത് കണ്ടാൽ നിങ്ങൾക്ക് A+ ഷുവർ ആണ്. ആക്ച്വലി നമ്മൾ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി +1 റിവിഷൻ ക്ലാസ്സസ് എന്ന ഫോൾഡറിലാണ് ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിർഭാഗ്യവശാൽ അതെല്ലാം കണ്ടു പഠിക്കാൻ നാളെ ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് +1 ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക, കണ്ട് മനസ്സിലാക്കുക. വളരെ പരിമിതമായ സമയം മതി, മാക്സിമം 6 hours മതി. എന്നാൽ ഇതുവരെ കാര്യമായിട്ടൊന്നും പഠിച്ചില്ല, അവിടെ നിന്നും ഇവിടെ നിന്നും കുറച്ചൊക്കെ അറിയാം, അങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് നാളത്തെ എക്സാമിനേഷന് 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് കണ്ടു പഠിച്ചാലും നിങ്ങൾക്ക് മോർ ദാൻ 45 ചിലപ്പോൾ A+ വരെ കിട്ടിയെന്നിരിക്കും. ഇത് രണ്ടും, ഈ രണ്ടാമത് പറഞ്ഞത് ജസ്റ്റ് 4 hours മാക്സിമം മതി, 4 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ്. നാളെ കുറച്ച് സമയം മാത്രമേ പരീക്ഷയ്ക്ക് മുന്നേ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കണ്ട് പഠിച്ചാൽ മതി. കാര്യമായി പഠിക്കാത്തവർ, ഒരുവിധം ഭംഗിയായി പഠിച്ചവർക്ക് ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് +1 ഷുവർ ക്വസ്റ്റ്യൻ സീരീസ്. ഈ പ്ലേലിസ്റ്റുകളുടെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. തീർച്ചയായും ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുവിധം ഭംഗിയായി നാളത്തെ മോഡൽ എക്സാമിനേഷൻ എഴുതുവാൻ സാധിക്കും, യാതൊരു സംശയമില്ല. സോ തീർച്ചയായും ക്വസ്റ്റ്യൻ പാറ്റേൺ കൃത്യമായി നിങ്ങൾക്ക് അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു. 3 മാർക്സിന്റെ 8 ക്വസ്റ്റ്യൻ ചോദിക്കും. വി ഹാവ് ടു ആൻസർ എനി 6 ക്വസ്റ്റ്യൻ. 2 ക്വസ്റ്റ്യൻ ചോയ്സ് ഉണ്ട്, ചെറിയൊരു ആശ്വാസമുണ്ട്. അതുപോലെ 4 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻ. വി ഹാവ് ടു ആൻസർ എനി 6 ക്വസ്റ്റ്യൻ. 2 ക്വസ്റ്റ്യൻ ചോയ്സ് ഉണ്ട്. എന്നാൽ അടുത്ത് 4 ക്വസ്റ്റ്യൻ ചോദിക്കും. ഓരോ ക്വസ്റ്റ്യനും 6 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻ ചോദിക്കും. വി ഹാവ് ടു ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ്. ഒരൊറ്റ ക്വസ്റ്റ്യനെ ചോയ്സ് ഉള്ളൂ. അത് കുറച്ച് വെല്ലുവിളി നിറഞ്ഞ ഒരു പോർഷനാണ് ഈ എസ്എ പാർട്ട് എന്ന് പറയുന്നത്. കാരണം എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് ഏതൊക്കെ ചാപ്റ്റർ ആണ്? ഫസ്റ്റ് വൺ സ്റ്റാറ്റിസ്റ്റിക്സ്, വെരി സിമ്പിൾ. ഫൈൻഡ് മീൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ദ ഫോളോയിങ് ഡേറ്റ. ഇതാണ് 90% ചോദിക്കാൻ സാധ്യത. അല്ല എങ്കിൽ ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ, അത് ചോദിക്കാനാണ് സാധ്യത. കൊമേഴ്സ് മാത്സുകാർക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ വെയിറ്റേജ് ഉണ്ട്. ബയോളജി സയൻസുകാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരൊറ്റ ക്വസ്റ്റിനെ ചോദിക്കത്തുള്ളൂ. അത് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, എസ്എ ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു എസ്എ ക്വസ്റ്റ്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്. മറ്റൊരു എസ്എ ക്വസ്റ്റ്യൻ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 9 മാർക്കാണ്. ഒരു എസ്എ ക്വസ്റ്റ്യനും ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യനും കാണും. യൂസിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് 1/x sin x cos x. ഇതിലേതെങ്കിലുമൊക്കെ ചോദിക്കാനാണ് കൂടുതൽ സാധ്യത. അതുമായി ബന്ധപ്പെട്ട 6-7 ക്വസ്റ്റ്യൻ ഉണ്ട്, ചെയ്ത് പഠിച്ചാൽ ആ 3 മാർക്ക് സ്കോർ ചെയ്യാം. നെക്സ്റ്റ്, ഡയറക്റ്റ് ആയിട്ട് ഡെറിവേറ്റീവ് കാണുന്ന പ്രോബ്ലംസ് യൂസിംഗ് ക്വോഷ്യന്റ് റൂൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ് റൂൾ, അത് ചോദിക്കാനാണ് കൂടുതൽ സാധ്യത, മറ്റൊരു 3 മാർക്ക്. പിന്നെ ഒരു 3 മാർക്ക് ലിമിറ്റ് എന്ന പോർഷനിൽ നിന്നായിരിക്കും. അങ്ങനെ 9 മാർക്കിനാണ് ഈ ചാപ്റ്റർ എന്ന് ചോദിക്കുന്നത്. +1 നമുക്ക് പഠിക്കാനുള്ളതിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്ററും ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആണ്. ഏറ്റവും ലാസ്റ്റിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. സോ അടുത്ത എസ്എ ക്വസ്റ്റ്യൻ തീർച്ചയായും നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ചാപ്റ്റർ ആണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഈ ചാപ്റ്ററിന് ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. അത് 6 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ 1 ക്വസ്റ്റ്യൻ ഷോർട്ട് ക്വസ്റ്റ്യൻസിലൊക്കെ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കണ്ടു പഠിക്കുക. ജസ്റ്റ് 6 മാർക്സ്. അടുത്ത എസ്എ ക്വസ്റ്റ്യൻ, 4-മത്തത്
അതും വലിയ കുഴപ്പമില്ലാത്തൊരു ചാപ്റ്ററാണ് സ്ട്രൈറ്റ് ലൈൻസ്. ഈ ചാപ്റ്ററിൽ നിന്നും വെറും 6 മാർക്കിനെ ചോദിക്കത്തുള്ളൂ. അത് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. സ്ട്രൈറ്റ് ലൈൻസിൽ ഒത്തിരി ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, അത് കണക്ട് ചെയ്താണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്ന് തറവായി പഠിച്ചാൽ മാത്രമേ കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ 4 ചാപ്റ്ററിൽ നിന്നാണ് എസ്എ ക്വസ്റ്റ്യൻ. സോ സ്വാഭാവികമായിട്ടും ഒരു എസ്എ ക്വസ്റ്റ്യൻ നമുക്ക് ചോയ്സ് ഉണ്ട്. എങ്കിൽ റിസ്ക് എടുക്കേണ്ട ഈ 4 ചാപ്റ്ററും കാര്യമായി പഠിച്ചാലേ എസ്എ ക്വസ്റ്റ്യൻ കൃത്യമായി ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ജസ്റ്റ് ഒന്ന് ഓടിച്ച് അതിന്റെ വെയിറ്റേജ് പറയാം. ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. 7 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, ആ ചാപ്റ്ററിന്റെ വെയിറ്റേജും 7 മാർക്ക്. ട്രിഗണോമെട്രി പറഞ്ഞു 6 മാർക്ക്. നെക്സ്റ്റ് കോംപ്ലക്സ് നമ്പർ, ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 4 മാർക്കാണ്. നെക്സ്റ്റ് ലീനിയർ ഇനീക്വാളിറ്റി വെറും 3 മാർക്ക്. നെക്സ്റ്റ് എന്താണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ, 7 മാർക്കാണ് വെയിറ്റേജ്. ബൈനോമിയൽ തിയറം 3 മാർക്കാകാം, ചിലപ്പോൾ 4 മാർക്കാകാം. നെക്സ്റ്റ് സീക്വൻസ് ആൻഡ് സീരീസ് വെറും 4 മാർക്ക്, ഒരൊറ്റ ക്വസ്റ്റ്യൻ ജിപിയുമായി ബന്ധപ്പെട്ട്. നെക്സ്റ്റ് സ്ട്രൈറ്റ് ലൈൻസ് 6 മാർക്ക് സൂചിപ്പിച്ചു. കോണിക് സെക്ഷൻ 7 മാർക്ക്. എലിപ്സ് അല്ലെങ്കിൽ ഹൈപ്പർബോള, എലിപ്സ് ചോദിക്കാനാണ് കൂടുതൽ സാധ്യത. പരാബോള സർക്കിളിൽ നിന്ന് ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വരുന്ന 3 ഡയമെൻഷൻ ജോമെട്രി, ഒന്നുകിൽ 4 അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് 9 മാർക്സ്. സ്റ്റാറ്റ് 6 മാർക്സ്. പ്രോബബിലിറ്റി 7 മാർക്സ്. ചിലപ്പോൾ അതിന്റെ വെയിറ്റേജ് ഒന്ന് കുറഞ്ഞ് 6 മാർക്കിനായി ചുരുക്കാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 4 മാർക്കല്ല 7 മാർക്ക് വരെ കിട്ടാൻ സാധ്യതയുണ്ട്, ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇതാണ് വെയിറ്റേജ്. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറഞ്ഞു എന്ന് മാത്രം. ആദ്യം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഏത് ഓർഡറിൽ പഠിക്കണം അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്റർ നമ്പർ 1. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടി 7 മാർക്ക്. വളരെ സിമ്പിൾ ആണ്. വെരിഫൈ ഡി മോർഗൻസ് ലോ, റൈറ്റ് ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് യു, പിന്നെ എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി, എ ഡിഫറൻസ് ബി, ഇതുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. റോസ്റ്റർ ഫോമിൽ സെറ്റ് ബിൽഡറിൽ തന്നാൽ റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതാം അതുകൂടെ മനസ്സിലാക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മതി ആ ചാപ്റ്ററിലെ 7 മാർക്ക് സ്കോർ ചെയ്യാം. അടുത്തത് ചെറിയ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരിക്കും. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ്, കൺഫ്യൂഷന്റെ ഒന്നും ആവശ്യമില്ല. ഒരു റിലേഷൻ തന്നിട്ട് അതിന്റെ ഡൊമൈൻ എഴുതുക, കോ ഡൊമൈൻ എഴുതുക, റേഞ്ച് എഴുതുക. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എ ക്രോസ് ബി, ബി ക്രോസ് എ കാണാൻ ചിലപ്പോൾ ചോദിക്കാം. പിന്നെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ ഡൊമൈൻ എഴുതാൻ ചോദിക്കാം. ആ ഫംഗ്ഷന്റെ വാല്യൂമായി ബന്ധപ്പെട്ട ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി. രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള 7 മാർക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ സ്കോർ ചെയ്യാം. നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ട്രിഗണോമെട്രി ഒപ്പം മാറ്റിവെക്കാം. അവസാനം തട്ടിക്കൂട്ടി പഠിച്ചാൽ മതി. കോംപ്ലക്സ് നമ്പേഴ്സ് വെരി സിമ്പിൾ. 2 കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ ഡിവൈഡ് ചെയ്യാം അതൊന്ന് മനസ്സിലാക്കുക. അല്ലെ, കോഷ്യന്റ് ഫോമിൽ തന്നാൽ റൈറ്റ് ഇൻ a+ib സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് വെരി ഇമ്പോർട്ടന്റ്. അല്ലെ, നിങ്ങൾക്കറിയാം Z ഇൻവേഴ്സ് ഈക്വൽ ടു Z ബാർ ബൈ മോഡ് Z സ്ക്വയർ. ആ ഫോർമുല യൂസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത്രയൊക്കെ അതിനകത്ത് സാധ്യതയുള്ളൂ. പിന്നെ I⁻⁻19 I⁻−32 ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. 4 മാർക്കേ വെയിറ്റേജ് ഉള്ളൂ. നെക്സ്റ്റ് ലീനിയർ ഇനീക്വാളിറ്റി, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. വെറും 5 മിനിറ്റ് കൊണ്ട് പഠിക്കാം. 5 മിനിറ്റ് സമയം. ഇത് ഓൾറെഡി പഠിച്ചത് തുറന്നു പോലും നോക്കണ്ട. അങ്ങനത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ലീനിയർ ഇനീക്വാളിറ്റി നമുക്ക് 3 മാർക്കാണ്. ഒരു ലീനിയർ ഇനീക്വാളിറ്റി തന്നിട്ട് സോൾവ് ചെയ്യാൻ പറയും. എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറയും. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇത്രയും ആദ്യം പഠിക്കുക. ഓക്കെ, 1, 2, അടുത്ത് 4 പഠിക്കാൻ പറഞ്ഞു. നെക്സ്റ്റ് 5 പഠിക്കാൻ പറഞ്ഞു. 4ാമത്തെ ചാപ്റ്റർ 4, 5ാമത്തെ ചാപ്റ്ററിന്റെ 3. നെക്സ്റ്റ് പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, ബൈനോമിയൽ തിയറി ഒക്കെയാണ് വേണ്ടത്. പക്ഷെ ചില കുട്ടികൾക്കെങ്കിലും ഒരു ചെറിയ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാൻ നേരെ അവസാന ചാപ്റ്റേഴ്സിലേക്ക് പോവാണ്. എസ്ഐ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും വരുന്ന ഏത് ചാപ്റ്ററാണ്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്റർ 13ാമത്തെ ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിൽ നിന്ന് 6 മാർക്ക് സ്കോർ ചെയ്യാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അടുത്ത നിങ്ങൾ പഠിക്കേണ്ടത് 14ാമത്തെ ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്റർ പ്രോബബിലിറ്റി. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. സാധാരണ 7 മാർക്കിന് വരെ ചോദിക്കാറുണ്ട്. ചില സാഹചര്യത്തിൽ വെയിറ്റേജ് കുറച്ച് 4 മാർക്കിന് ചുരുക്കാറുണ്ട്. എങ്കിലും ആ ചാപ്റ്ററിൽ നിന്ന് തീർച്ചയായിട്ടും 7 മാർക്ക് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാണ്. ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും? പ്രോബബിലിറ്റിയുടെ പ്രോപ്പർട്ടീസ്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കാണുക, എ ഇന്റർസെക്ഷൻ ബി കാണുക, പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി, ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. മറ്റൊരു ക്വസ്റ്റ്യൻ ഒരു വേർഡ് പ്രോബ്ലം ചോദിക്കും. എ കോയിൻ ഈസ് ടോസ്ഡ് 3 times. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 2 head, അറ്റ്ലീസ്റ്റ് 2 head. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഡൈയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇനി വരുന്നത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി. ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി മാക്സിമം 4 ആണ്, ചിലപ്പോൾ 3 മാർക്കിൽ ചുരുക്കാം. ഒരൊറ്റ ഫോർമുല, നേരത്തെ പറഞ്ഞതുപോലെ 5 മിനിറ്റ് കൊണ്ട് പഠിക്കാം. ഒരു വൺ വേർഡും ഒരു ഡിസ്റ്റൻസ് ഫോർമുലയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. 3 പോയിന്റ് എന്നിട്ട് അത് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യുക. അല്ലെങ്കിൽ 3 വെർട്ടിസസ് എന്നിട്ട് അതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആണെന്ന് പ്രൂവ് ചെയ്യുക. ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് 3 ഡയമെൻഷണൽ ജോമെട്രി.
നെക്സ്റ്റ് ഏത് ചാപ്റ്റർ പഠിക്കാൻ പോയാലും കുറച്ച് സമയം എടുക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ ഏത് ഓർഡറിൽ പഠിച്ചാലും അതൊരു വിഷയമല്ല. പക്ഷെ വെയിറ്റേജ് അനുസരിച്ച് അടുത്ത് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത് തീർച്ചയായും നിങ്ങൾ പഠിക്കേണ്ടത് കോണിക് സെക്ഷൻസ് ആണ്. വലിയ പ്രശ്നമില്ല എങ്കിലും ചിലർക്ക് അതൊരു പ്രശ്നമായിരിക്കും. സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ആ ചാപ്റ്ററിന് നമുക്ക് 7 മാർക്കാണ് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, എലിപ്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സർക്കിൾ, പരാബോള ഇത്രയൊക്കെ പഠിച്ചാൽ മതിയാകും. നെക്സ്റ്റ് എന്ത് പഠിക്കും? തീർച്ചയായും അടുത്ത് നിങ്ങൾ ഓർഡർ ഒന്നും നോക്കണ്ട, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. ഒത്തിരി കാര്യങ്ങളുണ്ട്. കാര്യം മനസ്സിലാക്കിയാൽ വളരെ സിമ്പിൾ ആണ്, അല്ലെങ്കിൽ പ്രശ്നമാണ്. അതിനുശേഷം ബൈനോമിയൽ തിയറം, അതും വലിയ പ്രശ്നമില്ല. വെറും 5 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റും. ഒരു ടേം എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും, അത്രമാത്രമേ അതിനകത്ത് നിന്ന് സാധ്യതയുള്ളൂ. പ്രത്യേകിച്ച് a+b^4 ഫൈൻഡ് ദ വാല്യൂ എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ബൈനോമിയൽ തിയറുമായി ബന്ധപ്പെട്ട്. ഇനി സീക്വൻസ് ആൻഡ് സീരീസ്, ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. പല കുട്ടികൾക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. 4 മാർക്ക് വെയിറ്റേജ് ഉള്ളൂ. വേണമെങ്കിൽ ചോയ്സിലും കളയാം, അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പറ്റുമെങ്കിൽ സെലക്ട് ചെയ്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കൂ. നെക്സ്റ്റ് സ്വാഭാവികമായിട്ട് സ്ട്രൈറ്റ് ലൈൻ ആണ്. സ്ട്രൈറ്റ് ലൈൻ എസ്ഐ ക്വസ്റ്റ്യൻ ആണ്. അത് 1 by 1 ആയിട്ട് ചെറിയ ഫോർമുലകളാണ്, അതൊക്കെ പഠിച്ച് അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. ഓക്കെ, ഫൈനലി ദ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ്, ട്രിഗണോമെട്രി, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്. എനിക്ക് തോന്നുന്നു ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് ആണ് കുറച്ചുകൂടെ സിമ്പിൾ. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് പഠിച്ചിട്ട് ഫൈനലി ട്രിഗണോമെട്രി ഫംഗ്ഷൻ, അത് സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി. കിട്ടി പോയി എന്ന് പറഞ്ഞതുപോലെയാണ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ സെലക്ട് ചെയ്ത് പഠിക്കുക. ഇതൊക്കെ ഞാൻ നാളത്തെ എക്സാമിനേഷന് വേണ്ടിയാണ് പറയുന്നത്. പബ്ലിക് എക്സാമിനേഷന് കൃത്യമായി നിങ്ങൾക്ക് സമയം കിട്ടും. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് ഫുൾ മാർക്ക് തന്നെ നേടാൻ സാധിക്കും. ഇവിടെ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു രീതിയിൽ പഠിക്കുന്നത്. തീർച്ചയായും ഈ പരിമിതമായ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കൃത്യമായി ഈ ഒരു ഓർഡർ അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നാളത്തെ എക്സാമിനേഷന് വേണ്ടി മികച്ച രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തി മികച്ച രീതിയിൽ എക്സാമിനേഷൻ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ ഇതിന്റെ ആൻസർ കീയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.